ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റംസ് ആയിട്ട് വന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ലോഡഡ് ഫ്രൈസ്. അപ്പോൾ കുട്ടികൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. അത് രുചികരമായ ഒരു ഐറ്റംസാണ്. അത് കഫ്റ്റീരിയയിലൊക്കെ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര വിലയുള്ളൊരു സാധനമാണത്. അപ്പോൾ നമുക്കിത് ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് ചിക്കനാണ്. ഇത് 300 ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ് നമുക്ക് എന്താ ചേർത്ത് നോക്കാം. ഒരു സ്പൂൺ ഉപ്പ്, കുരുമുളക് പൊടി 1 സ്പൂണ്, ഗരം മസാല 1/4 സ്പൂണ്, മുളക് ചതച്ചത് കുറച്ച് മതി, എരിവ് കൂടി പോകണ്ട, അല്പം വിനാഗിരി, ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ മിക്സായി വരണം ശരിക്ക്. ഇത് മൈദപ്പൊടി 3 സ്പൂൺ ഇടുന്നുണ്ട്. ശരിക്കും മിക്സ് ആക്കണത്. ഇതായത് ശരിക്കും കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമുക്ക് ഇതാ തിളച്ച വെള്ളം ഇവിടെ വെച്ചിരുന്നു. അതിൽ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇടാൻ പോകുന്നുണ്ട്. ശരിക്കും വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇതിടാൻ പാടുള്ളൂ. നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഊറ്റിയെടുക്കണത്. അടുത്തത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഈ വേവിച്ച ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹാഫ് പോയാൽ പാടുള്ളൂ, നന്നായിട്ട് വെന്ത് പോയത്. ഇനി അതിലേക്ക് കോൺഫ്ലവർ ഒരു 2 സ്പൂണ് ചേർക്കുന്നുണ്ട്. ഈ എല്ലാ പീസിൻ്റെ മുകളിൽ ശരിക്ക് ഫ്രണ്ട് കിട്ടണം. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. അത് ചൂടാക്കി കഴിഞ്ഞു. നമുക്ക് പുരട്ടി വെച്ച ഈ ഉരുളക്കിഴങ്ങ് കണ്ടിട്ട് കുറച്ച് ഇടാം. ഇത് ഉരുളക്കിഴങ്ങ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി നമുക്കതിന് വേണ്ട ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ അല്പം ബട്ടർ വെച്ചിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെക്കണം. ഒരു 2 സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ശരിക്കും മിക്സാക്കി എടുക്കണം. മൈദ കട്ട കെട്ടി പോകരുത്. 500 ml പാൽ ഇതിൽ വയ്ക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇളക്കി കൊടുക്കണം.
ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിച്ചു പോകും. കരിഞ്ഞ ഭാഗം നോക്കണം. 2 ചീസ് ഇടുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് അല്പം മതി. അല്പം ചുവന്ന മുളക് ചതച്ചതുകൊണ്ട് ഇടുന്നുണ്ട്. ശരിക്കും ഇളക്കി കഴിഞ്ഞ് നമ്മുടെ സോസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചിക്കൻ ഇതിൽ പിടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ചിക്കൻ ഇരുന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പ്ലേറ്റോട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഇതിലിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്ന കുറച്ച് ചിക്കൻ ഇടുന്ന. ഇനി കുറച്ച് വൈറ്റ് സോസിൽ ഒഴിക്കാൻ പോവാണ്. ഇതാ കുറച്ച് കച്ചപ്പാണ് ഒഴിക്കുന്നതിന്. ടൊമാറ്റോ കച്ചപ്പ്. ഇനി അടുത്തായിട്ട് അടുത്ത ലെയർ ഇനി അത് അടുത്ത ചിക്കൻ. ഇത് മയോണൈസാണ്. ഒരു ലെയറും കൂടെ നമ്മൾ വൈറ്റ് സോസ് ഒഴിക്കാൻ പോവാണ്. ടൊമാറ്റോ കച്ചപ്പ് കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി അല്പം ടൊമാറ്റോ കുറച്ച് മതി പേരിന്. ഇനി കട്ട് വെച്ച ക്യാപ്സിക്കം ഇടുന്നു. ഇത് നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റംസാണ്. ഇത് കടയിലൊക്കെ ഭയങ്കര വിലയുള്ളൊരു സാധനമാണിത്. വീട്ടിലുണ്ടാകുമ്പോൾ വലിയ ചിലവൊന്നും വരില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.